ഏതവസരത്തിലും വ്യത്യസ്തതയോടെ അണിഞ്ഞൊരുങ്ങുവാൻ ലേല സന്ദർശിക്കൂ. ലേല ആർട്സ് സ്റ്റുഡിയോ. ഇതുവരെ നിങ്ങൾ ലോകത്തെ പിന്തുടർന്നു. ഇനി ലോകം നിങ്ങളെ പിന്തുടരട്ടെ. വേനൽ അവധിക്കാല നീന്തൽ പരിശീലന ക്യാമ്പിന് ചുങ്കത്തറയിൽ തുടക്കമായി. ജില്ലാ സ്പോർട്സ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ പാലുണ്ട സ്വകാര്യ ഇംഗ്ലീഷ് സ്കൂളിലാണ് ക്യാമ്പ് നടക്കുന്നത്. സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ ഫാദർ വർഗീസ് മാത്യു ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. മെയ് 31 വരെ നീണ്ടുനിൽക്കുന്ന ക്യാമ്പിൽ എല്ലാ ദിവസവും രാവിലെ 6-ന് നീന്തൽ പരിശീലനം ആരംഭിക്കും. ജില്ലാ സ്പോർട്സ് കൗൺസിൽ കോച്ചുകളായ സിജി, വേണുഗോപാൽ, സ്കൂളിലെ കായികാധ്യാപകൻ നിഖിൽ വർഗീസ് എന്നിവരാണ് പരിശീലന ക്യാമ്പിന് നേതൃത്വം നൽകുന്നത്. സ്പോർട്സ് ആണ് ലഹരി എന്ന ക്യാമ്പയിന്റെ ഭാഗമായി നടക്കുന്ന നീന്തൽ പരിശീലന പരിപാടി ഒരിക്കൽ പഠിക്കാം ഒരിക്കൽ തിളങ്ങാമെന്ന ആശയത്തിലൂടെയാണ് പുരോഗമിക്കുന്നത്. സ്കൂളിലാണ് അതിൻ്റെ ഒരു ഉദ്ഘാടനമായിട്ട് നമ്മൾ അച്ഛനെ അതിനുവേണ്ടി ക്ഷണിച്ചിരിക്കുകയാണ്. പിന്നെ നമ്മളുടെ മലയോര മേഖലയിൽ ഇപ്പോൾ ഇഷ്ടംമാതിരി പുഴകളൊക്കെ ഉണ്ടെങ്കിലും പകുതി പേർക്കും നീന്തലൊന്നും അറിയാത്തൊരവസ്ഥയാണ്. അപ്പോൾ നീന്തലിൻ്റെ പ്രസക്തി എന്താണെന്ന് മനസ്സിലായതുകൊണ്ടാണ് നമ്മൾ ഇപ്രാവശ്യം സ്വിമ്മിങ് ഈ മേഖലയിൽ നിലമ്പൂർ മേഖലയിൽ ഇവിടെ പൂളുള്ളതുകൊണ്ട് നമ്മളെ പരിശീലകനെ നമുക്കതിനുവേണ്ടി കിട്ടുകയും ഇപ്പോൾ നമ്മൾ ഈ സ്വിമ്മിംഗ് പൂൾ നമുക്ക് വേണ്ടി വിട്ടു തന്ന അച്ഛനെയും അതേമാതിരി ഇൻസ്റ്റിറ്റ്യൂഷനെ നമ്മൾ നന്ദിയോടെ ഓർക്കുന്നു. ഇതിൻ്റെ ഉദ്ഘാടനം നടത്തുവാൻ വേണ്ടി മാതാപിതാക്കളെ എല്ലാവർക്കും സ്നേഹവന്ദനം. സാർ പറഞ്ഞതുപോലെ ഇന്ന് ഏറ്റവും അപകടകരമായ ഒരു കാര്യമാണ് നീന്തൽ അറിയാത്തത് കൊണ്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ധാരാളം കുഞ്ഞുങ്ങളും യുവജനങ്ങളും ഒക്കെ പുഴയിൽ കുളിക്കാൻ ഇറങ്ങുകയും പലപ്പോഴും അപകടങ്ങളിൽപ്പെട്ട് ധാരാളം പേര് അതൊരു വളരെ റെയറായിട്ടുള്ള സംഭവമൊന്നുമല്ല. മിക്കവാറും ദിവസങ്ങളിൽ പത്രങ്ങളിൽ പ്രത്യേകിച്ച് വെക്കേഷനുമായി ബന്ധപ്പെട്ട് കുഞ്ഞുങ്ങളൊക്കെ പുഴയിൽ പോകുമ്പോഴൊക്കെ ഇതുപോലെയുള്ള അപകടങ്ങൾ ധാരാളം സംഭവിക്കുന്നതായിട്ടുള്ള വാർത്തകൾ നമ്മൾ കാണുന്നുണ്ട്. മാത്രമല്ല ഈ നാളുകളിലൊക്കെ ഈ വെള്ളപ്പൊക്കത്തിൻ്റേതായ ഒത്തിരി പ്രയാസങ്ങൾ നമ്മുടെ നാട് നേരിടുന്നുണ്ട്. കഴിഞ്ഞ വർഷങ്ങളൊക്കെ ഒത്തിരി അതുകൊണ്ടുള്ള പ്രയാസങ്ങളുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ശരീരത്തിന് ആരോഗ്യം കുറച്ചുകൂടെ നൽകുന്നതിനും അതുപോലെ തന്നെ നമുക്ക് ജീവൻ സുരക്ഷ എന്നുള്ള രീതിയിലുമൊക്കെ നീന്തൽ വളരെയധികം നല്ലൊരു കാര്യമാണ്. ഈ ഒരു സ്കൂള് ആ ഒരു സങ്കല്പത്തിലാണ് ഈ ഇത്രയും വലിയൊരു സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കിയത്. നല്ലത് കോവിഡിന് മുമ്പ് വളരെ നല്ല കാര്യമായിട്ട് ഉപയോഗിക്കാൻ സാധിച്ചു. അതിനുശേഷം ചെറിയ പ്രയാസങ്ങളൊക്കെ ഉണ്ട്, അത് ഉപയോഗിക്കാനായിട്ട് സാധിച്ചില്ല. എന്നാൽ ഇപ്പോഴത് നമുക്ക് വീണ്ടും നല്ല രീതിയിൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നു. സ്കൂളിലെ വിദ്യാർത്ഥികൾക്കെല്ലാം മിക്കവാറും എല്ലാ വിദ്യാർത്ഥികൾക്കും നമ്മൾ നീന്തൽ പരിശീലനം എല്ലാ ബുധനാഴ്ചയും നൽകുന്നുണ്ട്. അതിനുവേണ്ടി ഒരു സമയം എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൻ്റെ ഭാഗമായിട്ട് നൽകുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ സ്പോർട്സ് കൗൺസിലിൻ്റെ ഈ ഒരു ഉദ്യമം വളരെ ശ്ലാഘനീയമായ ഒരു കാര്യമാണ്. കാരണം ഈ മേഖലയിൽ നമുക്കിങ്ങനെ നീന്തൽ പഠിക്കാൻ തക്കവണ്ണമുള്ള ഒരു സൗകര്യം മറ്റ് ലഭ്യമല്ല. പുഴകളിലൊന്നും നമ്മളങ്ങനെ ധൈര്യമായിട്ട് ഇറങ്ങി നീന്തൽ പഠിക്കാനും ഒക്കെ സാധിക്കത്തില്ല. അതിന് പഠിക്കണമെങ്കിൽ നമുക്കതിനെ സഹായിക്കുന്ന ഒരു ട്രെയിനറുടെ ആവശ്യമുണ്ട്. എന്നാൽ സ്പോർട്സ് കൗൺസിൽ ഇപ്രാവശ്യം അത് ക്രമീകരിച്ചു. ധാരാളം കുഞ്ഞുങ്ങൾക്ക് രാവിലെ. ന്യൂസ് ബ്യൂറോ, എടക്കര. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.